ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ ഓൺ ടൈം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വളവള അടിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലേഡീസിന് യൂസ്ഫുൾ ആയിട്ടുള്ള, ലേഡീസിന് മാത്രമല്ല ജെൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളിൽ എല്ലാവർക്കും ഉള്ള പ്രോബ്ലം ആണ് നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള പിന്നെ ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിന് വരുന്ന കറുത്ത നിറം അല്ലേ. അപ്പോൾ അത് പറഞ്ഞ പോലെ എനിക്കും ഉണ്ട്. അപ്പോൾ ഞാനിപ്പം ഈ പറഞ്ഞ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രോബ്ലമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ചുണ്ടിന് ചുറ്റുമുള്ള ഈ കറുപ്പ് നിറം, ചുണ്ട് ഈ പൊളിഞ്ഞ് വരുന്നത്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ചുണ്ടിന് ചുറ്റും ഈ കറുത്ത കളർ വരുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ചുണ്ട് ബ്ലാക്ക് കളറായിട്ട് വരുന്നത്, അങ്ങനെ എന്താ പറയാ, നമ്മൾ ഒരു പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യാതെയാണ് നമ്മുടെ ചുണ്ട് ഒരു നിമിഷം പെട്ടെന്ന് ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ട് വരുന്നത് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ എന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണം കൊണ്ടായിരിക്കാം ചുണ്ടിന് കറുത്ത നിറം വരുന്നത്. ഇനി അതൊന്നും അല്ലാതെ നമ്മൾ പല ടൈപ്പ് കോസ്മെറ്റിക്സ്, ഈ ലിപ്സ്റ്റിക്ക് നിരന്തരം ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർ, ലിപ് ബാമുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ, പലതരം രാസവസ്തുക്കൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു പിഗ്മെന്റേഷൻ വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് സുഖമായിട്ട് കളയാവുന്നതാണ്. ഒരു 2 ആഴ്ച നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. കാരണം നിങ്ങൾക്ക് എൻ്റെ ചുണ്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. കാരണം എൻ്റെ നോർമലായിട്ട് ഇപ്പം വന്നവരും വെച്ചാൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പിങ്ക് ലിപ്സും അതുപോലെ തന്നെ ഒരു ചുണ്ടിൻ്റെ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു 2 പ്രോഡക്റ്റാണിത്. ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ പിഗ്മെന്റേഷൻ വരാനുള്ള മെയിനായിട്ടുള്ള കാരണം ചില ടൈപ്പ് പേസ്റ്റുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം അത് നമ്മുടെ ചുണ്ടിനും ഒക്കെ തട്ടുമ്പം അങ്ങനെ ഒരു ബ്ലാക്ക് കളർ, അതായത് ബ്ലാക്ക് പിഗ്മെന്റേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ റേറ്റ് കുറഞ്ഞ കോസ്മെറ്റിക്സ് ഐറ്റംസ് വാങ്ങി യൂസ് ചെയ്യുന്നവരിലും ഈ ഒരു പ്രോബ്ലംസ് വരാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയുള്ള ലിപ് ബാമുകളൊക്കെ ഉണ്ടല്ലോ, അത് വാങ്ങി യൂസ് ചെയ്യുന്നവർക്കും ഈ സെയിം പ്രോബ്ലം വരുന്നുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരിക്കലും ഭയങ്കര സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു റേറ്റ് കുറഞ്ഞ ടൈപ്പ് അല്ലെങ്കിൽ പല രാസവസ്തുക്കൾ യൂസ് ചെയ്തിട്ടുള്ള കോസ്മെറ്റിക്സ് ഐറ്റംസ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് നമ്മുടെ ചുണ്ടിന് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിന് ഓൾറെഡി ഉണ്ടാവുന്ന ആ ഒരു ഓയിൽ സംഭവം ഈ ഒരു പ്രൊഡക്റ്റ് വലിച്ചെടുക്കുക ചെയ്യാം. അപ്പോൾ നമ്മുടെ ചുണ്ടിന് അവിടെ എന്താ പറയുക, ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ എപ്പോഴും നിരന്തരം ആവുമ്പോൾ നമ്മുടെ ചുണ്ടിന് ഈ പറഞ്ഞ പോലെ ഡാർക്ക് പിഗ്മെന്റേഷൻ വരും. അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ചീപ്പ് റേറ്റിൻ്റെ സാധനം ആയിരിക്കാൻ പാടില്ല. അപ്പോൾ ഇനിയിപ്പം ഭയങ്കര ഹൈ റേറ്റ് സംഭവങ്ങൾ വാങ്ങാൻ വെച്ചാൽ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഞാനിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്താൽ മതി. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എനിക്ക് 100% യൂസ്ഫുൾ ആയിട്ടുണ്ട്. വിത്തിൻ 2 വീക്സ്, 2 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഗ്യാരണ്ടിയാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചുണ്ടിന് കറുത്ത കളറുള്ളവർ, ചുണ്ട് പൊട്ടിപ്പൊളിയുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് 100% ഒറിജിനൽ ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള ഹെർബൽ ഐറ്റംസ് ആണ്. സാലി ഹെർബൽസിൻ്റെ ലിപ് ബാം ആണ്. ഇത് മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ബീട്രൂട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എന്താ പറയുക, നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് കൂടുതൽ മണമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന്, ഈ ഒരു ലിപ് ബാമിന് ഒരു മണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മെയിനായിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ നെയ്യ്, ബീട്രൂട്ട്, ബദാം ഓയിൽ, ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബീട്രൂട്ട് ലിപ് ബാം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും ഒരു ലിപ് ബാം ആണ്. ഇത് കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ആയുർവേദിക് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചുമ്മാ ഒരു ലിപ് ബാം, ഒരു ചുണ്ടിന് ഒരു ഓയിൽ ഒരു ഫീല് വേണം, അല്ലെങ്കിൽ ചുമ്മാ ഒരു ബ്ലാക്ക് കളർ മാറണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ബീട്രൂട്ട് ലിപ് ബാം യൂസ് ചെയ്താൽ മതി. ഇതിന് ഈ പറയുന്ന പോലെ വലിയ കളറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നല്ല തിക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ കളർ വരുന്നുള്ളൂ. അതല്ലെങ്കിൽ ഇതിന് വലിയ കളറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് എന്താ പറയുക, ഒരു ഓയിൽ ടെക്സ്ചർ മാത്രമേ ഇതിനുള്ളൂ. ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കളർ മാത്രമേ ഇതിന് വരുന്നുള്ളൂ. പിന്നെ ഇത് അത്യാവശ്യം ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് പകരം യൂസ് ചെയ്യാൻ ഈ ലിപ് ബാം യൂസ് ചെയ്യാനുള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇതിന് അത്യാവശ്യം കളർ ഉണ്ട്, കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഈ ലിപ് ബാമിന് അത്യാവശ്യം കളർ വരുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലിപ് ബാം
നിങ്ങൾക്കൊരു ലിപ്സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഈ രണ്ടിൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ അതാണ്. ഇതിന് കളർ കുറവാണ്, ഈ ബീട്രൂട്ടിൻ്റെ സംഭവം കളർ കുറവാണ്. അപ്പോൾ ഈ ഒരു 2 ടൈപ്പ് ലിപ് ബാം നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മുടെ ചുണ്ടിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടിലുണ്ടായ ആ ഒരു ബ്ലാക്ക് കളർ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു 1 മന്ത് ഒക്കെ യൂസ് ചെയ്യുമ്പം സുഖമായിട്ട് ആ ഒരു ബ്ലാക്ക് കളർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ കളയാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ വലിയ പൈസ കൊടുത്തിട്ട് എന്താ പറയുക ലേസറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ എമൗണ്ട് കൊടുത്തിട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ ലേസറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. സാലീസ് ഹെർബൽ ലൈഫിൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള 2 ടൈപ്പ് ലിപ് ബാമാണിത്. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ലിപ് ബാം യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ലിപ് ബാം യൂസ് ചെയ്യാവുന്നതാണ്. ഇതധികം കളറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലിപ് ബാം താഴെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് കോട്ടിംഗ് എന്നുള്ള രീതിയിൽ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനിയിപ്പം ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യേണ്ട, ലിപ് ബാം മാത്രം യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, എന്നാൽ ഇച്ചിരി കളറും കൂടെ വേണമെന്നാണെങ്കിൽ നമുക്കിതാ ഈ ഒരു ടൈപ്പ് ലിപ് ബാം യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 2 ടൈപ്പ് ലിപ് ബാമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 in 1 ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളറും കിട്ടുന്നുണ്ട്, എന്നാൽ നല്ല രീതിയിൽ ലിപ് ബാമിൻ്റെ ആ ഒരു യൂസേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 ടൈപ്പിലുള്ള ലിപ് ബാം നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഒന്ന് നല്ല കളറുള്ള ലിപ് ബാം, ഒന്ന് നല്ല കളർ കുറഞ്ഞ ലിപ് ബാം. അപ്പോൾ കളർ കൂടുതലുള്ള ലിപ് ബാമുകൾ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കളറുള്ള ടൈപ്പ് ലിപ് ബാം യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഓൾറെഡി നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ, അതായത് എന്താ പറയുക ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുറത്തൊക്കെ പോകുമ്പം ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്, ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാതെ പോകാൻ പറ്റില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ കളർ കൂടിയ ലിപ് ബാം യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് നോർമൽ വീട്ടിൽ നിൽക്കുന്ന ടൈമും നിങ്ങൾക്ക് ആ ലിപ് ബാം യൂസ് ചെയ്യാം. ഇനിയിപ്പം ഭയങ്കര ഡാർക്ക് കളർ ലിപ് ബാമുകൾ യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ബീട്രൂട്ടിൻ്റെ ലിപ് ബാം യൂസ് ചെയ്യാവുന്നതാണ് ലിപ്സിൽ. അതിനാകുമ്പോൾ വലിയ കളറോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ നമ്മുടെ ചുണ്ട് എപ്പോഴും നല്ല എന്താ പറയുക നല്ലൊരു മോയ്സ്ചറൈസായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കളർ ഇഷ്ടപ്പെടാത്തവർക്ക് ആ ബീട്രൂട്ടിൻ്റെ കളർ കുറഞ്ഞ ലിപ് ബാം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ സാലീസ് ഹെർബൽസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഏകദേശം 40ഓളം ഓർഗാനിക് ആയിട്ടുള്ള ആയുർവേദിക് പ്രൊഡക്റ്റുകൾ, അതായത് 100% ഓർഗാനിക് ആൻഡ് ഒറിജിനൽ ആയിട്ടുള്ള ആയുർവേദിക് പ്രൊഡക്റ്റുകൾ അവരുടെ പേജിൽ അവൈലബിൾ ആണ്. എന്താ പറയുക ബേബി കെയർ ആയിക്കോട്ടെ, പിന്നെ ഹെർബൽ ഐറ്റംസ് ആയിക്കോട്ടെ, സ്കിൻ കെയർ ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാതും അവരുടെ പേജിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ പേജ്, അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് DM ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറുന്നുള്ള ആ ഒരു ആഡും കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു പേജിൽ കണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ ഞാനൊന്ന് വാങ്ങിയതാണ്. ഇപ്പം ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 1 മന്ത് കഴിഞ്ഞു. അപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂ പറയാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും കാലം എന്താ പറയുക വെയിറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തു, നമുക്ക് നല്ല റിസൾട്ട് 2 വീക്കിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ആരോടും കമ്പൽ ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഒരിക്കലും നമ്മളൊരു ചീപ്പ് റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ സംഭവങ്ങളോ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ചെറിയ റേറ്റിനൊക്കെ നമുക്ക് പല സംഭവങ്ങളും ഓൺലൈനിലായിക്കോട്ടെ നമുക്ക് സ്റ്റോറുകളിലായിക്കോട്ടെ വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും നല്ല സാധനങ്ങൾ മാത്രം നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നതിന് പകരം കൂടുതൽ എമൗണ്ട് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒത്തിരി അങ്ങ് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.